ലോകത്തിൽ പലരും പല കാര്യങ്ങളിൽ അടിമപ്പെട്ടു പോവുകയാണ്. മൊബൈൽ ഫോണിന്, സോഷ്യൽ മീഡിയ, ഗെയിമുകൾക്ക്, ഡ്രഗ്സുകൾക്ക്, അങ്ങനെ പല മേഖലകളിൽ അവർ അടിമപ്പെട്ടു പോകുമ്പോൾ, ഇതൊക്കെയും അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുമ്പോൾ, അവരുടെ ജീവിതത്തെ ഇല്ലാതെയാക്കി കളയുമ്പോൾ, ഞാൻ നിങ്ങളും ദൈവത്തിൽ അഡിക്റ്റായി തീരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ അഡിക്റ്റ് ആയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഒന്ന് മറയപ്പെടുവാൻ, അതിൽ നമ്മളൊന്ന് അഡിക്റ്റ് ആകാൻ മനസ്സ് വെച്ചാൽ നാം ഉയർച്ച പ്രാപിപ്പാൻ ഇടയായിത്തീരും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. എന്താണ് ദൈവസന്നിധിയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? ഇടപെടാതെയുള്ള പ്രാർത്ഥന, വചനധ്യാനം, കർത്താവിൻ്റെ ആരാധനയിൽ കൂട്ടായ്മ കാണിക്കുക. ഇതൊക്കെയാണ് ദൈവസന്നിധിയിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ അടയാളമെന്ന് പറയുന്നത്. ഈ സമയം തീരുമാനമെടുക്കാമോ? കർത്താവ്, ഞാൻ ലോകത്തിന് അഡിക്റ്റായി പോകുവാനല്ല, അടിമപ്പെട്ടു പോകുവാനല്ല, ലൗകിക സുഖങ്ങൾക്കകത്ത് അടിമപ്പെട്ടു പോകുവാനല്ല, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് നിന്നോടൊന്ന് ചേർന്നിരിപ്പാൻ, കർത്താവ് നിൻ്റെ സന്നിധിയിൽ ഒന്ന് അഡിക്റ്റ് ആകുവാൻ വലിയ സമർപ്പണത്തോടെ ഞാൻ കടന്നു വരുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ?